കനത്ത മഴയിൽ കണ്ണൂർ തളാപ്പിൽ വീടിന്റെ മേൽക്കൂര തകർന്നു എന്നതാണ് ഇപ്പോഴത്തെ ഒരു പുതിയ വിവരം. തട്ടാരത്ത് സജിതയുടെ വീടിന്റെ അടുക്കള ഭാഗമാണ് തകർന്നു പോയത്. ഫെലിക്സ് ആണ് വിവരങ്ങളുമായി ചേർന്നത്. ഫെലിക്സ്, അപകടകരമായ സ്ഥിതി പലയിടത്തും തുടരുന്നതിന് ഇടയിലാണ് ഇപ്പോൾ തളാപ്പിൽ നിന്നുള്ള വീടിന്റെ മേൽക്കൂര തകർന്നു എന്ന വാർത്ത കൂടി വരുന്നത്. ആർക്കെങ്കിലും പരിക്കുണ്ടോ? എന്താണ് അവസ്ഥ? ഈ കുടുംബം ഇപ്പോൾ എവിടെയാണ്? അവർക്ക് ഇനി താമസിക്കാൻ കഴിയുന്ന സ്ഥിതിയിലാണോ? ഇനി താമസിക്കാൻ കഴിയുന്ന അവസ്ഥയുണ്ടോ ആ വീടിന്? രതീഷ്, ഇന്ന് രാവിലെ ഏതാണ്ട് ഇന്ന് പുലർച്ചെ 4 മണിയോട് കൂടിയാണ് ഈ സംഭവം നടന്നത്. അതായത് തളാപ്പിലെ സജിത രാജൻ എന്നിവരുടെ വീടാണ്. ആ വീടിൻ്റെ മേൽക്കൂരയും ഭിത്തിയുമാണ് തകർന്ന് വീണിട്ടുള്ളത്. അപ്പോൾ ഇന്ന് രാവിലെയായിരുന്നു ഈ സംഭവം. നല്ല മഴയും കാറ്റും ആ സമയത്ത് അനുഭവപ്പെട്ടു. അങ്ങനെയാണ് ഈ വീടിൻ്റെ അടുക്കള ഭാഗത്ത് ഈ ഭിത്തിയോട് ചേർന്നുള്ള മേൽക്കൂരയും തകർന്ന് വീണത്. ഓടിട്ട വീടാണ്. അങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത്. ആ സമയത്ത് രാത്രി ആയതുകൊണ്ട് തന്നെ അടുക്കളയിൽ ആരുമില്ല. പക്ഷെ വലിയ ശബ്ദം കേട്ട് ഇവർ വന്ന് നോക്കുമ്പോഴാണ് ഈ ഭിത്തിയും മേൽക്കൂരയും തകർന്ന് വീണതായി കണ്ടത്. പിന്നീട് അടുക്കളയിൽ പാത്രങ്ങളൊക്കെ തന്നെ നശിച്ചു പോയിട്ടുണ്ട്. കാരണം കല്ലൊക്കെയാണ് വന്ന് വീണത്. ഓടും കല്ലും മേൽക്കൂരയുടെ മരക്കഷ്ണങ്ങളും ഒക്കെ തന്നെ വന്ന് വീഴുകയാണുണ്ടായത്. അങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത്. ശക്തമായ മഴ ഇപ്പോഴും ജില്ലയിൽ അനുഭവപ്പെടുന്നു എന്നതാണ്. അതായത് ഇന്നലെ രാത്രി തുടങ്ങിയ മഴയാണ് പുലർച്ചെ കൂടുതൽ ശക്തി പ്രാപിച്ചു. ഇപ്പോൾ നല്ല അതിശക്തമായ മഴയാണ് അനുഭവപ്പെടുന്നത്. മഴ ശക്തിപ്പെടുന്നത് കാണാം. വീടിന്റെ ഒരു ഭാഗം ഇടിഞ്ഞ് താഴ്ന്ന് കിടക്കുകയാണ്. അവിടെ തന്നെ അവർ നിൽക്കുന്നതും ആ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. അവരെ മാറ്റിപ്പാർപ്പിക്കാനുള്ള ഇടപെടലുകൾ ഉണ്ടാകുന്നില്ലേ? തദ്ദേശ സ്ഥാപനങ്ങളുടെ ഉൾപ്പെടെ ഭാഗത്ത് കുട്ടികൾ ഉൾപ്പെടെയുള്ള വീടാണോ? മറ്റംഗങ്ങളും അവിടെ തന്നെ ഉണ്ടോ? ഈ രാജൻ, സജിത, ഈ 2 പേരാണ് ആ സമയത്ത് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ആ ചേട്ടൻ തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, എപ്പോഴാണ് പുലർച്ചെയല്ലേ സംഭവം? പുലർച്ചെ ഒരു 4 മണി, കൃത്യം 4 മണിക്ക്. 4 മണിക്ക് നമ്മൾ ഉറക്കം കേട്ടിരുന്നു. ആ സമയത്ത് എന്ന് പറഞ്ഞാൽ വെളിയിൽ വരുന്ന സമയത്ത് ശബ്ദം കേട്ടു. ശബ്ദം കേട്ടപാടെ എന്ന് പറഞ്ഞാൽ വെളിയിൽ വന്ന് നോക്കി. ആ സമയത്താണ് ഇടിഞ്ഞ് വീഴുന്നത്. താമസിക്കാൻ എന്തായാലും പറ്റില്ല. ഏതായാലും മാറി താമസിക്കും നമ്മൾ എന്തായാലും. സൗകര്യം അത് കുടുംബ വീട്ടിൽ പോകും. ഭിത്തി അടക്കം അതാണ്. ഇല്ലല്ല, ക്രാക്കൊന്നും ഇല്ലായിരുന്നു. ഈ മഴയത്ത് നമ്മൾ ഇന്നലെ മെനഞ്ഞാന്നോടെ ഇല്ലായിരുന്നു. അപ്പോൾ ഇന്നലെ വൈകിട്ടാണ് വന്നത്. ഇന്നലെ വൈകിട്ട് വന്ന് നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ചെറിയ ചോർച്ച പോലെ ഉണ്ടായിരുന്നു. മഴയത്ത് നല്ല മഴയായിരുന്നു ഇന്നലെ. അപ്പോൾ ആ മഴയത്ത് വന്ന് നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ചെറിയ ചോർച്ച ഉണ്ടായിട്ട് നമ്മൾ ചോർച്ച കുറച്ച് അടച്ച് വലിയ കാര്യമായിട്ട് കുഴപ്പമൊന്നും കണ്ടില്ല. പിന്നെ ഇന്ന് രാവിലെ ഒരു 4 മണി, ഒരു 3:30 ആകുമ്പോൾ നമ്മൾ കാറ്റും മഴയും വന്ന സമയത്ത് നമ്മൾ ഉറക്കം കിട്ടിയിരുന്നു. ആ സമയത്ത് എണീച്ച് വെളിയിൽ വന്ന് നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ചെറിയ വലിയ മഴയുണ്ട്, കാറ്റുണ്ട്. അങ്ങനെ ഉറക്കമൊന്നും വന്നില്ലായിരുന്നു ആ സമയത്ത്. അങ്ങനെ ഒരു 4 മണിയാകുമ്പോൾ എന്ന് പറഞ്ഞാൽ ചടപടാന്നുള്ളൊരു ഇടിഞ്ഞ് വീഴുന്ന ഒരു ശബ്ദം കേട്ടു. അങ്ങനെ നമ്മൾ വന്ന് നോക്കുമ്പോഴത്തേക്ക് ഇടിഞ്ഞ് വീണത്. മാറും ഇവിടെ നിന്ന് മാറും എന്തായാലും. ബാക്കി ഭാഗങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വീടിൻ്റെ ഉൾഭാഗത്തന്നെ ചോർച്ച ഉണ്ട് ഇപ്പോൾ. കാരണം ആദ്യം ചോർച്ച ഇല്ലായിരുന്നു. ഇപ്പോൾ ഇന്നലെ അത് വീണതോടുകൂടി എന്ന് പറഞ്ഞാൽ ഉൾഭാഗത്തെല്ലാം ചോർച്ച ഉണ്ട്. താമസയോഗ്യമല്ല. അതുകൊണ്ട് ഇവിടെ നിന്നും മാറാൻ തന്നെയാണ് തീരുമാനം. കുടുംബ വീട്ടിലേക്ക് മാറുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. കൗൺസിലർ അടക്കമുള്ളവർ ഇവിടെ എത്തി ഈ കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കുന്നുണ്ട്. ഏതായാലും ഇവർ അല്പസമയത്തിനകം ഇവിടെ നിന്നും ബന്ധുവീട്ടിലേക്ക് മാറുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അടുക്കളയുടെ ഒരു ഭാഗമാണ് ഇന്ന് പുലർച്ചെ ഈ കനത്ത മഴയിലും കാറ്റിലും ഇങ്ങനെ തകർന്നു വീണിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിശക്തമായ മഴ ജില്ലയിലെമ്പാടും അനുഭവപ്പെടുന്നു. പ്രത്യേകിച്ചും അങ്ങനെ നഗരഗ്രാമം വീടുകളിലൊക്കെ മുറ്റം മുഴുവൻ വെള്ളമാണ്. അത്രയധികം വെള്ളം കയറിയിട്ടുണ്ട് ഈ ഒരു മഴയിൽ തന്നെ. ഈ പ്രദേശം എവിടെയാണ് കറക്റ്റ് ആയിട്ട്? ഇവിടെ സാധാരണ ഒരു മഴ പെയ്യുമ്പോഴേക്കും ഇങ്ങനെ വെള്ളം കയറുന്ന ഒരു ഇടമാണോ ഫെലിക്സ്? സാധാരണ ഇത്രയേറെ വെള്ളമില്ല, കയറാറില്ല എന്നതാണ് നാട്ടുകാർ പറയുന്നത്. അതായത് ഈ സമയത്താണ് ഇത്രയും ശക്തമായ മഴയിൽ ഈ വെള്ളം കയറിയിട്ടുള്ളത്. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വീടിൻ്റെ മുറ്റത്തൊക്കെ തന്നെ വെള്ളം നിറഞ്ഞ അവസ്ഥയാണ്. അവർ പറയുന്നത് ഇതൊരു ഭാഗമായൊരു റോഡുണ്ട്. ആ റോഡ് നിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായി ഇവിടേക്ക് വെള്ളം വന്നത് എന്നതാണ്. ഇത് തളാപ്പിലാണ് ഈ സംഭവം. തളാപ്പ് എന്ന് പറഞ്ഞാൽ കണ്ണൂർ നഗരത്തോട് ചേർന്ന പ്രദേശമാണ്. അപ്പോൾ അവിടെയാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. അങ്ങനെ റോഡ് നിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായി വെള്ളം കുറച്ചുകൂടി ഈ വശത്തേക്ക് വന്നു എന്നതാണ്. കഴിഞ്ഞ വർഷമൊന്നും ഇത്രയും വലിയ ദുരനുഭവം നേരിട്ടിട്ടില്ല എന്നവർ പറയുന്നു. മാത്രമല്ല ഇതിപ്പോൾ വെള്ളം ഇവിടെ നിന്നും ഇറങ്ങിപ്പോകാത്തൊരവസ്ഥയുണ്ട് എന്നാണ്. ചേട്ടാ, ഈ എന്തുകൊണ്ടാണ് ഇത്രയും വെള്ളം? റോഡിൻ്റെതായ പ്രശ്നമാണ്. ഡ്രൈനേജിൻ്റെ ഒക്കെ പ്രശ്നമാണ്. അതാണ് പറയുന്നത്. ഇപ്പോൾ ഡ്രൈനേജിൻ്റെ ഒക്കെ പ്രശ്നമാണ്. അപ്പോൾ അതായത് ഈ വീടിൻ്റെ മുറ്റം നിറയെ വെള്ളമുണ്ട്. വീട്ടിലേക്ക് കയറാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ
മഴ ആയാൽ തീർച്ചയായിട്ടും വെള്ളം കയറും. മാത്രമല്ല വെള്ളം ഇറങ്ങി പോകുന്നില്ല എന്നുകൂടി അവർ പറയുന്നുണ്ട്. സമതല പ്രദേശമാണ്. അവിടെ നിന്നുള്ള വിവരങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചതൊപ്പം ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. ഡ്രെയിനേജ് സംവിധാനങ്ങൾ അവിടെ ഇല്ല. അതായത് മഴ പെയ്താൽ വെള്ളം ഒഴുകി പോകാനുള്ള സംവിധാനമില്ല. അതാണ് ഈ ആദ്യത്തെ അല്ലെങ്കിൽ രണ്ടാമത്തെ മഴ പെയ്യുമ്പോഴേക്കും തന്നെ ആളുകൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ളത്. സാധാരണ കാലവർഷത്തിൽ ഇത്ര പെട്ടെന്ന് ഇത്രയധികം വെള്ളം കയറാറില്ല എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. വലിയൊരു അപകടമാണ് ഒഴിവായത്. കാരണം അത് അടുക്കള ഭാഗമാണ്. അടുക്കള ഭാഗത്ത് രാവിലെ ആയതുകൊണ്ട് തന്നെ ഈ പുലർച്ചെ 4 മണിക്കാണ് ഈ അപകടം ഉണ്ടായത്. ആ സമയത്ത് ആളുകൾ ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് വലിയൊരു അപകടം, വലിയൊരു ദുരന്തമാണ് ഒഴിവായത്. തൊട്ടടുത്തുള്ള കുടുംബ വീട്ടിലേക്ക് ഉടൻ തന്നെ മാറി താമസിക്കും. കൗൺസിലറൊക്കെ അവിടേക്ക് എത്തിയിരുന്നു, കാര്യങ്ങൾ പരിശോധിച്ചു എന്നുള്ളതാണ് പറയുന്നത്.